الحمد لله رب العالمين الصلاة والسلام على رسول النبي الكريم وعلى آله وصحبه أجمعين آمين أما بعد ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ പുലരിയിൽ നാം ഒരുമിച്ച് കൂടുന്ന ഈ സന്ദർഭത്തിൽ അധിനിവേശ സത്യങ്ങൾക്കെതിരെ തങ്ങളുടെ മനക്കരുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വീരഹത്യ വെച്ച മഹാന്മാരുടെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സ് കുളിർക്കുന്ന ഈ അവസരത്തിൽ തന്റെ രാജ്യത്തിനും അധിനിവേശ ശക്തികൾക്ക് കൂടിയപ്പോൾ സ്വരാജ്യം തന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോരാടിയ മഹാന്മാരുടെ ചരിത്രത്താളുകളിൽ നിന്നും രേഖകളിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും നിർമ്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ ഗഹനമായ വിഷയമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടിയ മഹാന്മാർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ മുസൽമാനും തോളോട് തോൾ ചേർന്ന് ഏത് രീതിയിലുള്ള വർഗീയവാദങ്ങളും ഉയർത്തുന്ന സമയത്ത് അതിനൊക്കെ തട്ടി ദൂരത്താക്കിക്കൊണ്ട് മുമ്പോട്ട് വന്ന മഹാന്മാരായ നേതാക്കന്മാരായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. 32 കോടി ജനങ്ങൾക്ക് വേണ്ടി റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗർജിക്കാൻ വേണ്ടി മഹാനായ മൗലാന മുഹമ്മദ് ജൗഹർ സാഹിബിനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന സമയം തന്റെ മാതാവ് കൊടുത്ത ഒരു വാക്കുണ്ട്: മകനെ, നിന്നെ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉപരിപഠനത്തിന് അയക്കുന്നത് നിനക്ക് പഠിച്ച് വലുതാകാൻ വേണ്ടിയല്ല, അതുപോലെ തന്നെ നീ പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ വേണ്ടിയല്ല. നീ ഈ പഠനം കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ പോരാടാൻ വേണ്ടിയാണ്. 1939 രാജ്യങ്ങളുടെ രാജാവായിരുന്ന ജോർജ് രണ്ടാമനോട് പട്ടമേശ മഹാസമ്മേളനത്തിൽ വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെയായിരുന്നു അന്ന് ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഗാന്ധി ചെയ്തത്. 5 മിനിറ്റ് അനുവദിച്ചിരുന്ന ജോർജ് രണ്ടാമനോട് ഞാൻ 39 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും എനിക്ക് സംസാരിക്കാൻ 39 മിനിറ്റ് വേണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സംസാരം കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട സമയം അനുവദിച്ചപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചും മതസൗഹാർദ്ദത്തെ കുറിച്ചും വളരെ നല്ലത് വിവരിക്കുകയും അദ്ദേഹം പറഞ്ഞു, 500 വർഷക്കാലം ഇന്ത്യയുടെ സംസ്കാരത്തെ അത് ഊട്ടിയുറപ്പിക്കാമെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണമെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പറയുകയാണ്, എന്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്, അതാണ് എന്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് ജോർജ് രണ്ടാമൻ പറയാണ്, ഇവിടെ മതം പറയാൻ പാടില്ല, ഇവിടെ മതം പറയാൻ പാടില്ല, ഇവിടെ ആ സംസാരം ഒഴിവാക്കണമെന്ന് പറയുന്ന സമയത്ത് മൗലാന മുഹമ്മദ് ടാബിലേക്ക് അയച്ചുകൊണ്ട് അദ്ദേഹം നിന്നുകൊണ്ട് പറയുകയാണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഐ ആം മുസ്ലിം ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് വൺ ഐ ആം ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമായ ഞാൻ ഒന്നാമതായി മുസ്ലിമായ ആളാണ്, രണ്ടാമത് ഞാൻ ഇന്ത്യക്കാരനാണ്. ഞാൻ ഇവിടെ വന്നത് ഒന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇതേ മണ്ണിൽ തന്നെ മരണപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഗർജിക്കുന്ന സമയത്ത് അദ്ദേഹം ആറ്റക്കായി അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മഹാനായ മൗലാന മുഹമ്മദ് അലി, അതേപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. മൗലാന മുഹമ്മദിയുടെ ചിത്രത്തോടൊപ്പം തന്നെ മൗലാന അലി ജൗഹറിന്റെ വാക്കുകളും ഞാൻ അറിയേണ്ടതുണ്ട്. മൗലാന അലി ജൗഹറിനെയും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയെയും ജയിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുകയാണ്, മോനെ, നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരരുത്, നിങ്ങൾ ഗാന്ധിജിക്ക് വേണ്ടിയാണ് ജയിലിൽ പോയത്, ഒന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗാന്ധിജി നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ പുറത്തു വരുതെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയേറെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി ത്യാഗം ചെയ്ത ഒരു ഉമ്മയാണ് ബീബി ഉമ്മ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നമ്മൾക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന ടിപ്പു സുൽത്താൻ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാക്കന്മാരാണ്.
അവരുടെ ചരിത്രം എഴുതുന്ന സമയത്ത് വെറും വാട്സപ്പിൽ മാത്രം പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് മമ്പുറം തങ്ങൾ, വാര്യമരിക്ക് മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് ഫവൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ഹുസൈൻ അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം സയ്യിദ് ശിഹാബ് തങ്ങളോട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സമുദായത്തിന് വിലക്കിലാക്കി കേൾക്കുന്ന പാണക്കാട് തറവാട്ടിലെ മഹാനായ ഹുസൈൻ അലി ശിഹാബ് തങ്ങൾ. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ നേതാവ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ വെല്ലൂർ ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാളികൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ വെടിവെക്കുന്ന സമയത്ത് അവർ ദേഹത്തെ കൊള്ളുന്നില്ല. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് അവിടെ ഓരോ അരയിലും ഉറുക്കുകളുണ്ട്. ആ ഉറുക്ക് കാരണമാണ് അവർക്ക് വെടിയുണ്ടാക്കാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ. അങ്ങനെ അവർ പാണക്കാട് അവർ വന്ന് സയ്യിദ് അലി ശിഹാബ് തങ്ങളെ, ഹുസൈൻ അലി ശിഹാബ് തങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവർ വെല്ലൂർ ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വെല്ലൂർ ജയിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ശിഹാബ് തങ്ങൾ അവരെ വിട്ട് മരണപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നല്ല നിലയിൽ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മഹാന്മാരെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ചില സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ഒരു വാട്സാപ്പിൽ കൂടാതെ